പ്രചാരണമിത അവസാന ലാപ്പിലെത്തുമ്പോൾ നേതാക്കളുടെ വാക്പോരങ്ങ് കടുക്കുകയാണ്. പരസ്പരം സംവാദത്തിന് വെല്ലുവിളിച്ചും മറുപടിയായി വികസന നേട്ടങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് വീണ്ടും കൊമ്പുകോർത്തിരിക്കുകയാണ്. ഇനി സംവാദമായാലോ എന്ന തലക്കെട്ടോടെ LDF സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡ് പങ്കുവച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് ആദ്യം VD സതീശന് മറുപടി നൽകിയത്. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി സംവാദത്തിന് ഏറ്റവും നല്ല വേദിയായ നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിയവരാണ് പ്രതിപക്ഷമെന്നാണ് തുറന്നടിച്ചത്. വളരെ സന്തോഷം. അത് ഇപ്പോഴെങ്കിലും അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഈ ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം അസംബ്ലിയാണ്. ഗവൺമെന്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാകും. ഏത് പ്രതിപക്ഷമായാലും അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. അവിശ്വാസം പാസ്സാവുന്നുള്ളതല്ല, നല്ലതുപോലെ ഗവൺമെന്റിനെതിരെ പറയാൻ. അതായത് അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന വരികയുണ്ടായത്. എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. അപ്പൊ അതിൽ നിന്ന് ഒളിച്ചുകൊടുക്കാനുണ്ടായത്. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് സംവാദത്തിന് എത്താമെന്നായിരുന്നു VD സതീശൻ ഇന്നും മറുപടി നൽകിയത്. ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. ഏത് വിഷയത്തെക്കുറിച്ച് ഞാൻ തയ്യാറാണ്. ഇനി വികസന കാര്യത്തെക്കുറിച്ച്, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച്, ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയായിട്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം ഇന്ന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കണ്ടീഷനുമില്ല. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ എത്തിയിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. എനിക്കതൊരു പ്രിവിലേജാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് സംവാദം നടത്താന്ന് വെച്ചാൽ ഐ എം വെരി മച്ച് പ്രിവിലേജ് ടു ഹാവ് എ ഡിബേറ്റ് വിത്ത് ഹിം. അതാണ് അത്തരമൊരു സംവാദത്തിന്റെ കളം ഒരുങ്ങുകോ? മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും വാദങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം റോഷിപാലിലേക്ക് പോയ റോഷിപാൽ, ഒരു പരസ്യ സംവാദം എന്ന് പറയുമ്പോൾ നേർക്കുനേർ സംവാദത്തിന് വഴിയൊരുങ്ങുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു റിപ്പോർട്ട് കാർഡ്, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. അത് സംബന്ധിച്ച് സംവാദമായാലോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിയമസഭയായിരുന്നില്ലേ സംവാദവേദി, അവിടെ നിന്ന് എന്തുകൊണ്ട് ഒളിച്ചോടി എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്ന് വീണ്ടും വെല്ലുവിളിക്കുന്നത് നമ്മൾ കാണുകയാണ്. പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ഏത് വിഷയത്തിലും സംവാദത്തിന് തയ്യാറാകാം എന്നാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത്. വിനീത, ഒരു പരസ്യ സംവാദത്തിന്, ഒരു നേർക്കുനേർ പോരാട്ടത്തിനോ വാക്ക് തർക്കത്തിനോ ഇനി മുഖ്യമന്ത്രി തയ്യാറാകാൻ സാധ്യതയില്ല. കാരണം ഇനി 10 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന്. 9 വോട്ടെടുപ്പ്, 7 പരസ്യ പ്രചാരണം അവസാനിക്കുകയും ചെയ്യും. ഇതിനിടയിൽ സാമൂഹ്യ മാധ്യമത്തിലുള്ള വാക്പോരിൽ കാര്യങ്ങൾ അവസാനിക്കാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മുഖ്യമന്ത്രിയെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചതെങ്കിൽ അതിന് മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പങ്കുവെച്ചുകൊണ്ടാണ്. ഇതിൽ സംവാദം നടക്കട്ടെ എന്നാണ്. അതേസമയം തന്നെ നിയമസഭയിൽ സംവാദത്തിന് വേദിയുണ്ടായിട്ടും അവിടെ നിന്നും പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന മറ്റൊരു ആരോപണവും വിമർശനവും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തുന്നുണ്ട്. അത് കൃത്യമായ സൂചന കൂടിയാണ്. പരസ്യമായി ഒരു നേർക്കുനേർ ഇരുന്നുള്ള ഒരു സംവാദത്തിന് സാധ്യതയില്ല എന്നത്. അതേസമയം VD സതീശൻ പറയുന്നത് സംവാദത്തിന് തീയതിയും സ്ഥലവും മുഖ്യമന്ത്രി നിശ്ചയിക്കട്ടെ, അതെവിടെയായാലും താൻ ആ സംവാദത്തിന്റെ ഭാഗമാകുമെന്നാണ്. ഏതായാലും അങ്ങനെ ഒരു പരസ്യ സംവാദത്തിന് വേദി ഒരുങ്ങുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു സംവാദം, കേരള വികസനത്തെക്കുറിച്ചുള്ള ഒരു സംവാദം, കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഇഴകീറിയുള്ള ഒരു പരിശോധന, അതിന് വേദി ഒരുങ്ങുമോ എന്നതാണ്. പക്ഷേ നിലവിൽ സാഹചര്യത്തിൽ സമയം വളരെ കുറവാണ്, സാധ്യത വളരെ കുറവുമാണ്. അതുകൊണ്ട് ഇനി നാളെ വാർത്താ സമ്മേളനത്തിൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിന് എന്തായിരിക്കും മറുപടി എന്നതും പ്രധാനമാണ് വിനീത. അതാണ്. ഏതായാലും വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് ഇരു നേതാക്കളും. സായ്കുമാർ കൂടി ചേരുകയാണ്. സായ്കുമാർ, റോഷി പറഞ്ഞതുപോലെ 10 ദിവസമാണ് ഇനി തെരഞ്ഞെടുപ്പിനുള്ളത്. സംവാദം എന്ന് പറയുന്നത് ഒരു നേർക്കുനേർ ഇരുന്നു കൊണ്ടുള്ള ഒരു സംവാദത്തിന് പണ്ട് നമ്മൾ കണ്ടതാണ്. തോമസ് ഐസക്കും ഒപ്പം VD സതീശനും തമ്മിലുള്ള ലോട്ടറി കേസിലേക്ക് സംവാദം കണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംവാദത്തിലേക്കൊന്നും പോകില്ല. വെല്ലുവിളിച്ചുകൊണ്ട് ഇരുവരും വാർത്താ സമ്മേളനങ്ങൾ 2 ഇടങ്ങളിലായി നടത്തുന്നുണ്ട്. അത് തുടരാനാണ് സാധ്യത, അല്ലെ? പ്രതിപക്ഷം ഒളിച്ചോടി സഭയിൽ നിന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ട് അടിയന്തര പ്രമേയം അനുവദിച്ചില്ല എന്നതാണ് VD സതീശൻ ചോദിക്കുന്നത്. തീർച്ചയായും വിനീത, ഇങ്ങനെ ഒരു സംവാദം നടക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ചരിത്രമായിരിക്കും. ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംവാദങ്ങൾക്ക് സാധ്യതകളുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ വളരെ ചുരുക്കം ദിവസമേ ഉള്ളൂ. ഒരു കാരണവശാലും ഒരു നേർക്കുനേർ സംവാദം VD സതീശനും പിണറായി വിജയനും നടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളായാലും പ്രസംഗവേദികളിലായാലും പരസ്പരം വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടൽ നേതാക്കൾ തുടരും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്നത് അതിന്റെ സൂചന തന്നെയാണ് കണ്ടത്. ഈ സംവാദത്തിന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുന്നു. ഇന്നൊരു പ്രോഗ്രസ് കാർഡ് ഇറക്കി ഇതിൽ സംവാദമാകാം എന്ന് പറഞ്ഞ്
മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മിനിറ്റുകൾക്കകം തന്നെയാണ് സ്ഥലവും തീയതിയും തീരുമാനിച്ചോളൂ, ഇതിലും സംവാദത്തിന് തയ്യാറാണ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ മറുപടി വരികയും ചെയ്യുന്നത്. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സംവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം നിയമസഭയാണ്, അവിടെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും ഇതിലൊന്നും സംവാദത്തിന് തയ്യാറായിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ പക്ഷെ ചർച്ചയ്ക്ക് തയ്യാറായില്ലല്ലോ എന്ന മറുചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇതിപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മാത്രമല്ല, പല മണ്ഡലങ്ങളിലും മന്ത്രി എം പി രാജേഷ് ആയാലും ശിവൻകുട്ടി ആയാലും എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചൊരു ശൈലി എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ ഈ വിധത്തിൽ സംവാദത്തിന് വെല്ലുവിളിക്കാം എന്നുള്ളതാണ്. എന്തായാലും അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു നേർക്കുനേർ സംവാദം ഈ നേതാക്കൾ തമ്മിൽ നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ അത് ഈ പ്രസംഗവേദികളിലും പ്രചാരണ വേദികളിലും ഈ ഒരു വെല്ലുവിളി ഇനിയും തുടരുക തന്നെ ചെയ്യും. വിനീത്, സായ്കുമാറും റോഷിപാലുമാണ് ചേർന്നത്. ഏതായാലും വാക്പോര് തുടരുക തന്നെയാണ്.